അപ്പം ഞാനിന്ന് ശിലാജിത്തിനെ പറ്റിയിട്ടാണ് പറയുന്നത്. മിക്കുള്ള ആൾക്കാർക്കും ഇതിനെ പറ്റിയിട്ട് അറിയാം. മിക്കുള്ള ജിമ്മുകളിലും എല്ലാവരും യൂസ് ചെയ്യുന്ന സാധനമാണ് മിക്കുള്ള ആളുകളും. എന്നാൽ ചില ആൾക്കാർക്ക് ഇത് ഉപയോഗിക്കാൻ പേടിയാണ്. ശിലാജിത്ത് എന്തോ വലിയ വിഷമാണ്, ഉപയോഗിച്ച് കഴിഞ്ഞാൽ റിസൾട്ട് ഇല്ല, ഗുണമില്ലെന്നൊക്കെ പറയുന്ന ആൾക്കാരുണ്ട്. അപ്പം ശിലാജിത്ത് ഉപയോഗിക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടും അല്ലെങ്കിൽ അത് ഉപയോഗിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടുമാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ശിലാജിത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹിമാലയം പർവ്വതനിരകളിൽ പ്രകൃതിദത്തമായിട്ട് ഉത്ഭവിക്കുന്ന ഒരു വസ്തുവാണ് ശിലാജിത്ത്. ഇതിനെ രണ്ട് രീതിയിലാണ് പറയുന്നത്. ചില ആൾക്കാർ ഇതിനെ ശിലാജീത്ത് എന്നും പറയും, ശിലാജിത്ത് എന്നും പറയും. ഇപ്പോൾ രണ്ടും ഏത് പറഞ്ഞാലും ഒരു സാധനം തന്നെയാണ്. അപ്പം ഇതിന് രണ്ട് രീതിയിലാണ് പറയുന്നത് കേട്ടോ. ശിലാജീത്ത് എന്നും പറയും. ഇപ്പോൾ ഹിന്ദിക്കാരൊക്കെ എനിക്ക് തോന്നുന്നില്ല ശിലാജീത്ത് എന്നാണ് പറയുന്നത്. നമ്മൾ മലയാളികളൊക്കെ ശിലാജിത്ത് എന്നാണ് പറയുന്നത്. അപ്പം ഇതിനകത്ത് ഒരുപാട് മിനറൽസും അതുപോലെ ആൻറ്റി ഓക്സിഡൻറ്റും അടങ്ങിയിരിക്കുന്നുണ്ട്. ഇത് താറ് പോലുള്ളൊരു സംഭവമാണ് കേട്ടോ. സ്റ്റിക്കി ആയിട്ട് താറ് പോലെ ഇരിക്കുന്ന ഒരു റെസിനാണ് ഈ ശിലാജിത്ത് എന്ന് പറയുന്ന സാധനം. ഇപ്പോൾ നമ്മളിപ്പോൾ മിക്ക മാർക്കറ്റുകളിലൊക്കെ ഇത് കിട്ടുന്നുണ്ട്. പക്ഷേ അത് 100% ഒറിജിനൽ സാധനമാണെന്ന് ഞാൻ പറയത്തില്ല. കാരണം അങ്ങ് മലയുടെ മണ്ടയിൽ പോയി കഷ്ടപ്പെട്ട് ഹിമാലയത്തിൻ്റെ മണ്ടയിൽ കയറി എടുത്തുകൊണ്ട് വന്നിട്ട് ഇവിടെ കൊണ്ടിട്ട് 200 രൂപയ്ക്കും 300 രൂപയ്ക്കും ഈ സാധനം കൊടുക്കുമോ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. അപ്പം മിക്കുള്ള ഓൺലൈൻ സൈറ്റുകളിലും മിക്കുള്ള സ്ഥലങ്ങളിലും ഇത് ഫേക്ക് സാധനമാണ് ഇത് കൊടുക്കുന്നത്. എന്തോ ഒരുക്കി വെച്ചേക്കാമെന്ന് എനിക്കറിയത്തില്ല. എന്തായാലും കൂടുതലും ഫേക്ക് പ്രോഡക്റ്റാണ് വിറ്റുകൊണ്ടിരിക്കുന്നത്. ഒറിജിനൽ സാധനം മേടിക്കണമെങ്കിൽ ഒന്നുകിൽ ഹിമാലയത്തിൽ പോകണം, അല്ലെങ്കിൽ അത്രയും ജെന്യുനായിട്ടുള്ള ഏതെങ്കിലും ഷോപ്പുകളോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ആൾക്കാർ കയ്യിൽ നിന്ന് മാത്രമേ ഇത് മേടിക്കാൻ പറ്റൂ. അതുപോലെ ഇതിന് വില കൂടുതലുമാണ്. ഒറിജിനൽ ശിലാജിത്തിന് നല്ല വിലയാണ്. ഹിമാലയത്തിൻ്റെ മണ്ടയിൽ പോയി എടുത്തുകൊണ്ട് വരുന്ന സാധനം 100 രൂപയ്ക്ക് കൊടുക്കുവാണ്. മിക്കുള്ള ആൾക്കാരും 10, 200, 300 രൂപയ്ക്കൊക്കെ മേടിച്ചിട്ട് ഉപയോഗിക്കുന്ന ആൾക്കാരുണ്ട് കേട്ടോ. അപ്പം നിങ്ങൾ ഒറിജിനൽ ശിലാജിത്ത് നിങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പക്ക റിസൾട്ട് ആയിരിക്കും. അതിലൊരു സംശയമില്ല. കാരണം ഇത് നമ്മളെ നാച്ചുറൽ ടെസ്റ്റോസ്റ്ററോണിനെ സപ്പോർട്ട് ചെയ്യുന്നൊരു വസ്തു കൂടിയാണ് ഈ ശിലാജിത്ത്. ഇത് പ്രകൃതിദത്തമായിട്ട് പ്രകൃതി ഉൽപ്പാദിപ്പിക്കുന്ന ഒരു വസ്തുവാണ് കേട്ടോ. അല്ലാതെ കൃത്രിമമായിട്ട് ഉണ്ടാക്കുന്ന സാധനമൊന്നുമല്ല. ഇത് ഹിമാലയത്തിലാണ് ഇത് ഉത്ഭവിക്കുന്നത് കേട്ടോ, ഉൽപ്പാദിക്കുന്നത് ഈ സാധനം. അതുകൊണ്ട് അവിടെ പോയിട്ടാണ് ഈ സാധനം എടുത്തുകൊണ്ട് വരുന്നത്. അല്ലാതെ നമ്മളിവിടെയൊന്നും കൃത്രിമമായിട്ടൊന്നും ഇത് ഉണ്ടാക്കാൻ പറ്റത്തില്ല. കൃത്രിമമായിട്ട് ഉണ്ടാക്കാൻ പറ്റും, പക്ഷേ അത് ഫേക്ക് പ്രോഡക്റ്റ് ആയിരിക്കും കേട്ടോ. ഇപ്പം മിക്കുള്ള ജിമ്മുകളിൽ ഞാൻ കണ്ടിട്ടുണ്ട് പല ആളുകൾ ഇത് ഉപയോഗിക്കുന്നത്. ഇപ്പം അത് വില ചോദിക്കുമ്പോഴത്തേക്കും 300 രൂപ 250 രൂപയ്ക്കാണ് പറയുന്നത് കേട്ടോ. അപ്പം അങ്ങനെ മേടിച്ച് ഉപയോഗിച്ച് റിസൾട്ട് ഉള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടൊന്ന് കമൻറ്റ് ചെയ്യണേ കേട്ടോ. എനിക്കറിയത്തില്ല, ഞാൻ എൻ്റെ ഒരു ഇത് പറഞ്ഞാണ്. കാരണം ശിലാജിത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഹിമാലയത്തിലാണ് അത് കാണുന്നത്. അവിടെ പോയി എടുത്തുകൊണ്ട് വരുന്നത് സാധനം 200 രൂപയ്ക്ക് എങ്ങനെ കൊടുക്കും? നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയാൽ മതി കേട്ടോ. നിങ്ങൾ ഒരു ലോജിക്ക് വെച്ചിട്ട് നിങ്ങൾ ചിന്തിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഈ സാധനം പഴയ ആയുർവേദം പോലുള്ള പഴയ സെഞ്ചുറീസ് കാലഘട്ടത്തിലൊക്കെ ഉപയോഗിച്ചിട്ടുള്ള സാധനമാണ്. ആയുർവേദത്തിലൊക്കെ ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സാധനം കൂടിയാണ് ഈ ശിലാജിത്ത്. അന്ന് പഴയ കാലങ്ങളിൽ ഇപ്പോഴും ഇത് ഉപയോഗിക്കുന്നുണ്ട്. ആയുർവേദത്തിലൊക്കെ ഇത് ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പോഴും ശിലാജിത്ത് ഉപയോഗിക്കുന്നുണ്ട് കേട്ടോ. ഇതിനകത്ത് അടങ്ങിയിരിക്കുന്ന 3 ഘടകങ്ങളാണ് ഫൾവിക് ആസിഡ്, അതുപോലെ ഹ്യൂമിക് ആസിഡ്, അതുപോലെ മിനറൽസ്. ഫൾവിക് ആസിഡിനകത്ത് ആൻറ്റി ഓക്സിഡൻറ്റുകളൊക്കെ അടങ്ങിയിട്ടുണ്ട്. അതുപോലെ ഹ്യൂമിക് ആസിഡിനകത്ത് നമ്മളെ ഹെൽത്ത് പരമായിട്ടുള്ള ആരോഗ്യപരമായിട്ടുള്ള ഗുണങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. അതുപോലെ മിനറൽസ് അയൺ, സിങ്ക്, കോപ്പർ എന്നിവയൊക്കെ ഇതിനകത്ത് അടങ്ങിയിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒറിജിനൽ ശിലാജിത്താണ് നിങ്ങൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും നല്ല റിസൾട്ട് പക്കയായിട്ട് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഓൺലൈനിൽ നിന്നൊക്കെ മേടിച്ച് ഉപയോഗിക്കുന്ന ആൾക്കാരൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ. ചിലപ്പോൾ ഈ QR കോഡൊക്കെ വെച്ച് സ്കാൻ ചെയ്താലും അത് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. ഇപ്പോൾ ഇറങ്ങുന്ന പ്രോഡക്റ്റ്, ഫേക്ക് പ്രോഡക്റ്റ് പോലും QR കോഡ് വെച്ച് സ്കാൻ ചെയ്താൽ പോലും അതിനകത്ത് ഒറിജിനൽ ഓതൻറ്റിക് എന്നേ കാണിക്കൂ. അപ്പം ശിലാജിത്തൊക്കെ ഓൺലൈനിൽ നിന്ന് പരമാവധി ഓൺലൈനിൽ നിന്ന് മേടിക്കാതിരിക്കുക. കാരണം ഇത്രയും വില കുറച്ചൊന്നും ശിലാജിത്ത് എവിടെയും കിട്ടത്തില്ല. അതുപോലെ ഈ ശിലാജിത്തിന് ബെനിഫിറ്റ്സും ഉണ്ട്, അതുപോലെ സൈഡ് എഫക്റ്റും ഉണ്ട് കേട്ടോ. മിക്കുള്ള ആൾക്കാരെയും വിചാരം ഈ ശിലാജിത്ത് പ്രകൃതിദത്ത അല്ലെങ്കിൽ പ്രകൃതിയിൽ നിന്ന് ഉത്ഭവിക്കുന്ന ഹിമാലയത്തിൽ നിന്ന് എടുക്കുന്ന സാധനമായതുകൊണ്ട് ഇതിന് സൈഡ് എഫക്റ്റ് ഇല്ലെന്നാണ് വിചാരിക്കുന്നത്. പക്ഷേ ഇതിന് സൈഡ് എഫക്റ്റും ഉണ്ട്, അതുപോലെ ബെനിഫിറ്റും ഉണ്ട്. ഇപ്പോൾ നമ്മൾ ബെനിഫിറ്റ്സ് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മളെ എനർജി ബൂസ്റ്റ് ആവും, നല്ല എനർജി സ്റ്റാമിനയൊക്കെ കിട്ടും. ഇപ്പം ജിമ്മിൽ വർക്കൗട്ട് ചെയ്യുന്ന ആൾക്കാരൊക്കെ മിക്കുള്ള ആൾക്കാരും ഇത് എടുക്കുന്നത് സ്റ്റാമിന കിട്ടാനും എനർജി കിട്ടാനൊക്കെയാണ്. അതുപോലെ നമ്മളെ ടെസ്റ്റോസ്റ്റിറോൺ ബൂസ്റ്റ് ആവും. ടെസ്റ്റോസ്റ്റിറോനൊക്കെ ബൂസ്റ്റ് ചെയ്യിപ്പിക്കാൻ ഇത് ശിലാജിത്ത് ഹെൽപ്പ് ചെയ്യുന്നതാണ് കേട്ടോ. നല്ലൊരു ടെസ്റ്റോസ്റ്റിറോൺ ബൂസ്റ്ററാണ് ഈ ശിലാജിത്ത് കേട്ടോ. അതുപോലെ തന്നെ ഇപ്പോൾ ടെസ്റ്റോസ്റ്റിറോൺ ടാബ്ലറ്റ് ബൂസ്റ്റർ മേടിച്ച് ഉപയോഗിക്കുന്നതിനേക്കാൾ നല്ലത് ശിലാജിത്ത് മേടിച്ച് ഉപയോഗിക്കുന്നതാണ് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം കേട്ടോ. ബെറ്റർ ശിലാജിത്താണ്.
അപ്പം നാച്ചുറലായിട്ട് ഉള്ള വസ്തുവായുണ്ട് കേട്ടോ. അതുപോലെ നമ്മളെ ഇമ്മ്യൂൺ ഫങ്ഷനൊക്കെ വർദ്ധിക്കും, നമ്മളെ മെമ്മറി പവർ കൂടും. അതുപോലെ നമ്മളെ വർക്കൗട്ട് സമയത്ത് നമ്മളെ എന്തെങ്കിലും മസിൽസോ എന്തെങ്കിലുമൊക്കെ ഡാമേജ് ആയിട്ടുണ്ടെങ്കിൽ അത് റിക്കവർ ചെയ്യാനും കൂടെ ഇത് ഹെൽപ്പ് ചെയ്യുന്നതാണ് കേട്ടോ. അപ്പം ശിലാജിത്തിന് ബെനിഫിറ്റ്സുകളും ഉണ്ട്. അതുപോലെ സൈഡ് എഫക്റ്റ് എന്ന് പറയുമ്പോൾ, ഈ സൈഡ് എഫക്റ്റ് എന്ന് പറയുമ്പോൾ എല്ലാ ആൾക്കാരിലും അല്ല, ചില ആൾക്കാർക്ക് സൈഡ് എഫക്റ്റ് ഉണ്ടാക്കാറുണ്ട്. കണ്ടാമിനേഷൻ റിസ്ക് ഉണ്ടാവും, അതുപോലെ അലർജി ആയിട്ടുള്ള എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടാവും, പിന്നെ ഡൈജഷൻ ഇഷ്യൂസ് ഒക്കെ ഉണ്ടാവും പെട്ടെന്ന്. അതാണ് മിക്കുള്ള ആൾക്കാർക്കും കൂടുതൽ പ്രശ്നം ഉണ്ടാവും, ഈ ഡൈജഷൻ ഇഷ്യൂ ഉണ്ടല്ലോ, അതൊക്കെ ഉണ്ടാവും. അങ്ങനെ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഇതിൻ്റെ സൈഡ് എഫക്റ്റുകൾ കേട്ടോ. അപ്പം ഉറപ്പായിട്ടും നിങ്ങൾ ഈ ശിലാജിത്ത് മേടിച്ച് ഉപയോഗിക്കുന്നവരാണെങ്കിൽ ഒറിജിനൽ സാധനം തന്നെ മേടിച്ച് ഉപയോഗിക്കാൻ ശ്രമിക്കുക. അവിടെ നിന്ന് ഇവിടെ നിന്ന് കിട്ടുന്ന സാധനം മേടിച്ച് കാട്ടൻ കേട്ടെന്ന് മേടിച്ച് ഉപയോഗിക്കൽ അത് ബോഡിക്ക് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാക്കും. ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഈ ശിലാജിത്ത് എന്ന് പറഞ്ഞാൽ ഹിമാലയത്തിലാണ് ഇത് പോയി എടുത്തുകൊണ്ട് വരുന്നത്. അത് പ്രകൃതി തന്നെ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു വസ്തുവാണ് കേട്ടോ. ഇത് നമ്മൾ താറ് പോലെ സ്റ്റിക്കി ആയിട്ടിരിക്കുന്ന ഒരു സാധനമാണ്. ശിലാജിത്ത് ഉപയോഗിച്ചിട്ടുള്ള ആൾക്കാർക്കാണെങ്കിൽ അറിയാൻ പറ്റും, അതിങ്ങനെ തോണ്ടിയെടുക്കാൻ തന്നെ നല്ല പാടായിരിക്കും. അത് ഇന്ന് ഭയങ്കര സ്റ്റിക്കി ആയിരിക്കും. ചിലവരൊക്കെ എനിക്ക് തോന്നുന്നു ഇത് ഭയങ്കര കയ്പാട്ടോ. ഉപയോഗിച്ചിട്ടുള്ള ആൾക്കാർക്കാണെങ്കിൽ അറിയാം, ശിലാജിത്ത് ഭയങ്കര കയ്പാണ്, മധുരമുള്ള സാധനമൊന്നുമല്ല, ഉപയോഗിക്കാൻ ഇച്ചിരി പാടാണ്. മിക്കുള്ള ആൾക്കാരും പ്രീ വർക്കൗട്ടിൻ്റെ കൂടെയും വേറെ എന്തെങ്കിലും സപ്ലിമെൻസിൻ്റെ കൂടെയൊക്കെ ഇട്ട് മിക്സ് ചെയ്തിട്ടാണ് ഇത് കുടിക്കുന്നത്. കാരണം അല്ലാതെ കലക്കി ഉപയോഗിക്കാൻ പറ്റത്തില്ല. ഒറിജിനൽ ശിലാജിത്താണെങ്കിൽ നിങ്ങൾക്ക് അല്ലാതെ നോർമലി കഴിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. കാരണം അത്രയ്ക്ക് കയ്പാണ്. ഈ കയ്പെന്ന് പറഞ്ഞാൽ കയ്പ് പോലത്തെ ഒരു ഇതാണ്, ടേസ്റ്റ് ഇല്ല, ഒരു കയ്പ് ഏകദേശം കയ്പിൻ്റെ അടുത്ത് വരും. എന്നാലും കയ്പാന്നോ അല്ലെങ്കിൽ ഒന്നും പറയാൻ പറ്റത്തില്ല. അത് കഴിച്ചിട്ടുള്ള ആൾക്കാർക്കാണെങ്കിൽ മനസ്സിലാവും കേട്ടോ, ഞാൻ പറഞ്ഞ ഉള്ളതാണെന്ന്. പിന്നെ നിങ്ങൾ മസിൽ ബിൽഡിംഗ് ഒക്കെ ചെയ്യുന്ന ഒരാളാണെങ്കിൽ ഉറപ്പായിട്ട് ഈ സാധനം എടുത്തോട്ടോ. മസിൽ ബിൽഡിംഗ് ചെയ്യുന്ന ആൾക്കാർക്ക് പറ്റിയൊരു സാധനമാണ്, വേറൊരു ലെവൽ സാധനമാണ്. കാരണം എൻഹാൻസ്ഡ് എനർജി, അതുപോലെ എൻഹാൻസ്ഡ് സ്റ്റാമിന, പവർ എല്ലാം കിട്ടുന്ന ഒരു സാധനമാണ്. അതുപോലെ നമ്മൾ ടെസ്റ്റോസ്റ്ററോൺ, നാച്ചുറലായിട്ടുള്ള ടെസ്റ്റോസ്റ്ററോൺ ബൂസ്റ്റ് ചെയ്യാൻ സഹായിക്കുന്ന ഒരു സാധനമാണ്. അതുപോലെ സ്ട്രെങ്ത്, സ്റ്റാമിന, എൻഹാൻസിങ് പവർ, മസിൽ റിക്കവറി, നമ്മളെ മസിലൊക്കെ പെട്ടെന്ന് റിക്കവർ ചെയ്യാനും ഈ സാധനം സഹായിക്കുന്നതാണ്. അപ്പം എല്ലാം കൊണ്ടും ബോഡി ബിൽഡിങ് ചെയ്യുന്ന ആൾക്കാർക്ക് പറ്റിയ സാധനം തന്നെയാണ് ഈ സാധനം. ഒറിജിനൽ സാധനം തന്നെ മേടിച്ച് ഉപയോഗിക്കുക. അതുപോലെ തന്നെ ഈ സാധനം ഈ ശിലാജിത്ത് നമുക്ക് ഉപയോഗിക്കേണ്ട ഒരു ദിവസം ഉപയോഗിക്കേണ്ട ഡോസേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 300 മില്ലി ടു 400 മില്ലിഗ്രാം വരെയാണ്. അപ്പം ഏതൊരു സാധനമാണെങ്കിലും ഒരുപാട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് സൈഡ് എഫക്റ്റിലോട്ട് പോകും കേട്ടോ. അതുപോലെ ഫോം രീതിയിലൊക്കെ ഇത് കിട്ടും. ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, സ്റ്റിക്കി ആയിട്ടുള്ള രീതിയിൽ കിട്ടും. അതുപോലെ ഫോം ഇപ്പം പൗഡർ രൂപത്തിൽ കിട്ടും, ടാബ്ലറ്റ് രൂപത്തിൽ കിട്ടും. പക്ഷേ പൗഡർ രൂപത്തിലും ടാബ്ലറ്റ് രൂപത്തിലൊക്കെ കിട്ടുന്ന സാധനം എത്രമാത്രം അതിനകത്ത് ഒറിജിനലാണെന്നൊന്നും പറയാൻ പറ്റത്തില്ല. സ്റ്റിക്കി ആയിട്ട് കിട്ടുന്ന സാധനം നമുക്ക് പിന്നെ അത് വിശ്വസിക്കുക. ഈ സാധനം ചാറ് പോലാണ് ഇരിക്കുന്നത്. ഒറിജിനൽ ശിലാജിത്ത് നമുക്ക് എങ്ങനെ മനസ്സിലാക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സാധനം നല്ല സ്റ്റിക്കിയാണ്, താറ് പോലാണ് ഇരിക്കുന്നത്. അത് കൂടാതെ ഈ സാധനം നല്ല കയ്പുമാണ് കേട്ടോ. അപ്പം സ്റ്റിക്കി ആയിട്ടുള്ളതൊക്കെ മേടിച്ച് ഉപയോഗിക്കാൻ നോക്കാം കേട്ടോ. ഈ ടാബ്ലറ്റും അതുപോലെ പൗഡറൊക്കെ മേടിച്ച് ഉപയോഗിക്കുന്നതിനകത്ത് എത്രമാത്രം ഇതുണ്ടെന്നൊന്നും പറയാൻ പറ്റത്തില്ല. അതുപോലെ ഇത് ഉപയോഗിക്കേണ്ട സമയം എന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെ വർക്കൗട്ട് ചെയ്യുന്ന ഒരാളാണെങ്കിൽ രാവിലെ ഉപയോഗിക്കുക. വൈകിട്ട് വർക്കൗട്ട് ചെയ്യുന്ന ഒരാളാണെങ്കിൽ മിക്കുള്ള ആൾക്കാരും ഞാൻ കണ്ടിട്ടുണ്ട് വർക്കൗട്ടിന് മുമ്പ് ഇത് ഉപയോഗിക്കുന്നത്. അങ്ങനെ ഉപയോഗിക്കില്ല, നിങ്ങൾ ഉറങ്ങാൻ പോകുന്ന സമയത്താണ് ഇത് ഉപയോഗിക്കേണ്ടത്. എല്ലാ ഫുഡെല്ലാം കഴിച്ചിട്ട് നിങ്ങൾ ഉറങ്ങാൻ പോകുന്ന സമയത്ത് ഇത് കഴിച്ചിട്ട് നിങ്ങൾ ഉറങ്ങുക കേട്ടോ. എങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ബോഡിയിൽ അത് എഫക്റ്റ് ചെയ്യും, കുറച്ചുകൂടെ നല്ല റിസൾട്ട് കിട്ടും. ഇപ്പം ജിമ്മിൽ ചെന്ന് ഒരു വർക്കൗട്ടിന് 1 മിനിറ്റ് മുമ്പൊക്കെ ഇത് അടിച്ചിട്ട് വർക്കൗട്ട് ചെയ്യുന്നവരുണ്ട്. അങ്ങനെ കഴിച്ച് കഴിഞ്ഞാൽ ഒരു റിസൾട്ട് നിങ്ങൾക്ക് കിട്ടത്തില്ല കേട്ടോ. അപ്പം എന്തായാലും ഇത്രയേ ഉള്ളൂ. നിങ്ങളുടെ ഡൗട്ട്സുകൾ കമൻറ്റ് ചെയ്യുക. ഓക്കെ, ബൈ ബൈ.